പക്ഷേ ദ തിങ് ഈസ് നമ്മളാ എഫേർട്ട് ഇടണം. അതിൻ്റെ ഒപ്പം തന്നെ അവരായിട്ട് എഫേർട്ട് ഇട്ട് പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നോക്കി ക്വസ്റ്റ്യൻസ് കൊണ്ടുതരും. എക്സാമിനെ ടാക്കിൾ ചെയ്യാനുള്ള കുറേ ടെക്നിക്കുകൾ എനിക്ക് I+ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ I+ൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ടീച്ചേഴ്സൊക്കെ നമ്മൾ ഏത് നേരത്തെ ചെന്ന് ഡൗട്ട് ചോദിച്ചാലും പറഞ്ഞു തരും. ഹായ് പല്ലവി. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ജൂൺ 2025 സൈക്കിളിൽ കൊമേഴ്സിൽ നെറ്റ് നേടിയ പല്ലവിയാണ്. പല്ലവിയുടെ സ്റ്റഡി സ്ട്രാറ്റജികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ പല്ലവി എനിക്ക് വളരെ നാളുകളായിട്ട് അറിയാവുന്ന ആളാണ്. ഓഫ്ലൈൻ ക്ലാസ്സുകളിലൂടെ കഴിഞ്ഞ ഒരു 5-6 മാസമായിട്ട് കാണുന്നുണ്ടല്ലേ. അപ്പോൾ അപരിചിതത്വമൊന്നും ഉണ്ടാവില്ല എന്ന് കരുതുന്നു. ഈ പ്രിപ്പറേഷനിലെ കൊമേഴ്സിൻ്റെ സബ്ജക്റ്റ് എങ്ങനെയാണ് ടാക്കിൾ ചെയ്തത്? പേപ്പർ കൊണ്ട് ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്. എന്നാൽ കൊമേഴ്സിൽ സ്പെസിഫിക് ആയിട്ട് എങ്ങനെയാണ് പഠിച്ചെടുത്തത്? കൊമേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം വിശ്വ മിസ്സും ഷാഹിദ മിസ്സും ആയിരുന്നു ക്ലാസ് എടുത്തിരുന്നത്. അപ്പോൾ അവർ പ്രിപ്പയർ ചെയ്തിരുന്ന നോട്ടുകളും പിന്നെ ആപ്പിലെ നോട്ടുകളും വെച്ചിട്ട് നമുക്ക് ചെയ്ത് നോട്ട്സ് തരും, പഠിപ്പിച്ചു തരും. അതിൻ്റെ ഒപ്പം തന്നെ അവരായിട്ട് എഫേർട്ട് ഇട്ട് പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നോക്കി ക്വസ്റ്റ്യൻസ് കൊണ്ടുതരും. അപ്പോൾ നമ്മളത് ചെയ്യുമായിരുന്നു, ക്വസ്റ്റ്യൻസ് ചെയ്യും. എന്നിട്ട് ഈ ക്വസ്റ്റ്യൻസ് ചെയ്തതിൽ ചിലത് നമുക്ക് അറിയുന്നതുണ്ടാവും, ചിലത് ഇപ്പോൾ എനിക്ക് തീരെ അറിയാത്തതും പിന്നെ കുറച്ച് അറിയുന്നത് കറക്കി കുത്തിയൊക്കെ ശരിയാവുമായിരിക്കും ക്ലാസ്സിലിരുന്ന് ചെയ്യുമ്പോൾ. അപ്പോൾ അത് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചു പോയിട്ട് അത് എന്തുകൊണ്ടാണ് തെറ്റിയതെന്ന് നോക്കി അതിൻ്റെ കറക്റ്റ് ആൻസർ എങ്ങനെയാണ് വരുന്നത് അതിൻ്റെ എക്സ്പ്ലനേഷൻ എഴുതി വെക്കും. എക്സ്പ്ലനേഷൻ എഴുതി വെച്ചതിന് ശേഷം ആ ബാക്കി ഓപ്ഷൻസും കൂടെ എങ്ങനെയാണ് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരാവുന്ന ക്വസ്റ്റ്യൻസും കൂടെ നോക്കി നോട്ട് ചെയ്ത് വെച്ചിട്ട് ബാക്കി ഡെയിലി എടുക്കുന്ന പോർഷൻസ് റിവൈസ് ചെയ്യുന്നതിൻ്റെ കൂടെ ഇതും കൂടെ റിവൈസ് ചെയ്ത് പോകും. പിന്നെ ടെസ്റ്റുകൾ എടുക്കും, കോൺസെപ്റ്റ് ചെക്കായിട്ടും എടുക്കും, യൂണിറ്റ് ടെസ്റ്റും എടുക്കും. പിന്നെ ഫുൾ ലെങ്ത് പേപ്പർ 2-ൻ്റെയും കൊമേഴ്സിൻ്റെയും ഫുൾ ലെങ്ത്തുകൾ എടുക്കും. എന്നിട്ട് അത് അനലൈസ് ചെയ്യും, ഇതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് നോക്കും. അങ്ങനെ ചുരുക്കി പറഞ്ഞ ഒരു സൈക്ലിക് പ്രോസസ്സാ അല്ലേ? അതെ. ടോപ്പിക്കുകൾ പഠിക്കുക, ടെസ്റ്റ് എടുക്കുക, അതിൽ ഇംപ്രൂവ്മെന്റ് വരുത്താനായിട്ട് അനാലിസിസിന് ശേഷം ശ്രമിക്കുക. നമ്മൾ റിസർച്ചിലൊക്കെ പറയുമ്പോൾ ആക്ഷൻ റിസർച്ചിന്റെ ഒരു സൈക്കിള് പോലെയാണ് പല്ലവി ആ സ്റ്റെപ്പുകൾ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത്. പേപ്പർ 1 ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഏരിയ എങ്ങനെയായിരുന്നു? അതെങ്ങനെ ഹാൻഡിൽ ചെയ്തു? പേപ്പർ 1 എനിക്ക് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഏരിയ പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റും ഹയർ എഡ്യൂക്കേഷൻ ആയിരുന്നു. എനിക്ക് ഈ ഫാക്ട്സ് ഓർത്തിരിക്കാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ ഞാൻ ഇവിടെ JK സാറ് പീപ്പിൾ ഡെവലപ്മെൻറ്റിൻ്റെയും ഹയർ എഡ്യൂക്കേഷൻ്റെയും ക്ലാസ് എടുത്തു. അതിനുശേഷം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എത്ര ഓർക്കാൻ ശ്രമിച്ചാലും ഇത് പറ്റില്ല. അപ്പം ഞാൻ ടെസ്റ്റുകൾ എടുക്കുമ്പോൾ എടുത്തെടുത്ത് ക്വസ്റ്റ്യൻസ് ഫെമിലിയർ ആകുമ്പം കുറച്ചൊക്കെ എഡ്യൂക്കേറ്റഡ് ഗസ്സുകൾ വരാൻ തുടങ്ങി. അങ്ങനെ ആൻസേഴ്സ് ശരിയാവാൻ തുടങ്ങി. പിന്നെ നമ്മളെല്ലാവരും കൂടെ ഇരുന്നിട്ട് 4 മണിയുടെ ക്ലാസ്സിന് ശേഷം നമ്മളെല്ലാവരും കൂടി ഇരുന്നിട്ട് ഡിസ്കസ് ചെയ്ത് പഠിക്കും. അപ്പോൾ ഡിസ്കസ് ചെയ്ത് പഠിക്കുമ്പോൾ ബാക്കിയുള്ളവർ അത് ചിലപ്പോൾ ഏതെങ്കിലും ഒരു മെത്തേഡ് വഴിയായിരിക്കുമല്ലോ പഠിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അവരുടെ മെത്തേഡൊക്കെ നമുക്ക് പറഞ്ഞു തരും. അല്ലെങ്കിൽ അത് ഇങ്ങനെയാണ് വരിക, ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു തന്നിട്ട് അത് കുറച്ചും കൂടെ തലയിൽ നിൽക്കും. പിന്നെ എക്സാം ഹോളിൽ ചെല്ലുമ്പോൾ ഇതൊക്കെ നമുക്ക് ഓർമ്മ വരും. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇതന്ന് പറഞ്ഞതല്ലേ, ഇതിന്റെ വർഷം ഇതല്ലേ, അങ്ങനെയൊക്കെ ഓർത്ത് ശരിയാവാൻ തുടങ്ങി. അതെ, ഓൺലൈനിൽ ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിലും പറ്റാത്തൊരു കാര്യമാണല്ലേ ഈ ഫിസിക്കലായിട്ടുള്ള ചെറിയ ഗ്രൂപ്പുകളും അതിലെ ഡിസ്കഷനിലൂടെയുള്ള പഠനവും. അപ്പോൾ ഈ ക്ലാസ്സുകൾ നമുക്ക് ഓഫ്ലൈനായിട്ട് അറ്റൻഡ് ചെയ്യാൻ പല്ലവിക്കൊരു ഭാഗ്യം ഉണ്ടായിരുന്നു. നമുക്ക് എറണാകുളവും തിരുവനന്തപുരവും കോഴിക്കോടും അങ്ങനെ ലിമിറ്റഡ് സിറ്റീസിലേ ഉള്ളൂ ക്ലാസ്സുകൾ. ഓൺലൈനായിട്ട് പഠിക്കുന്ന അല്ലെങ്കിൽ തയ്യാറെടുക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും. അവരോട് പറയാനുള്ളത് എന്താണ്? ഈ നെറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ ക്വാളിഫൈ ചെയ്ത ഒരാളെന്നുള്ള നിലയിൽ എന്താണ് പറയാനുള്ളത്? ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ് നെറ്റ് എന്ന് പറയുന്നത്. അതിപ്പോൾ JRF ആണെങ്കിൽ പോലും നമ്മൾ ഇടുന്ന എഫേർട്ടിനുള്ള റിസൾട്ട് നമുക്ക് ആ എക്സാമിൽ നിന്ന് കിട്ടും. പക്ഷേ ദ തിങ് ഈസ് നമ്മളാ എഫേർട്ട് ഇടണം. അതിന് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം, റിവിഷൻസ് നടത്തണം, ടെസ്റ്റുകൾ എടുക്കണം. വെറുതെ ടെസ്റ്റ് എടുത്താൽ പോരാ, ടെസ്റ്റുകൾ എടുത്തിട്ട് അത് അനലൈസ് ചെയ്യണം. നമുക്ക് എവിടെയാണ് തെറ്റ് പറ്റിയത്, എവിടെയാണ് നമ്മൾ ഇമ്പ്രൂവ് ആക്കേണ്ടത് എന്നൊക്കെ നമ്മൾ അനലൈസ് ചെയ്ത് നമ്മളത് തിരുത്തണം. ഇപ്പം എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് നെറ്റ് കിട്ടി, അടുത്തത് എനിക്ക് JRF കിട്ടണം. അപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ റെസ്പോൺസ് ഷീറ്റ് എടുത്ത് വെച്ച് ഞാൻ അനലൈസ് ചെയ്തു ഇനി എനിക്ക് എവിടെയാണ് ഇമ്പ്രൂവ് ആവാനുള്ളതെന്ന്. ഇനി ഞാനത് ഇമ്പ്രൂവ് ആക്കും, അടുത്ത വട്ടം JRF മേടിക്കും. അപ്പോൾ നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യും. I+ ജേർണിയിൽ എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്തു എന്ന് കൂടി ഒന്ന് ഷെയർ ചെയ്യാമോ? ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ലാസ്റ്റ് ഒരു 6 months
പല്ലവി വന്ന സമയത്തും ഇപ്പോഴും വിലയിരുത്തുകയാണെങ്കിൽ എന്ത് ഇമ്പ്രൂവ്മെന്റ് വന്നു, അതിൽ I+ന്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു? എൻ്റെ കാര്യത്തിൽ ഇമ്പ്രൂവ്മെൻ്റ് എന്താ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്ക് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അതിനോടൊപ്പം ഈ പഠിക്കേണ്ട രീതികൾ, ഈസി ആയിട്ട് എങ്ങനെ ഒരു ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യാം, എങ്ങനെ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാം, ഇങ്ങനെയുള്ള കുറേ ടെക്നിക്കുകൾ, എക്സാമിനെ ടാക്കിൾ ചെയ്യാനുള്ള കുറേ ടെക്നിക്കുകൾ എനിക്ക് I+ന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾക്ക് ടൈം മാനേജ് ചെയ്യാനായിക്കോട്ടെ, കുറേ കൂടുതൽ ഓപ്ഷൻസ് കറക്റ്റ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഫാക്കൽറ്റീസ് ആയിക്കോട്ടെ, സ്റ്റുഡൻറ് ഗ്രൂപ്പ്സ് ആയിക്കോട്ടെ, അവർ തരുന്ന സപ്പോർട്ട് ഭയങ്കര വലുതാണ്. ആർക്കെങ്കിലും ഒരു ഏരിയ വീക്കാണെന്നുണ്ടെങ്കിൽ അത് സ്റ്റുഡൻസ് ആണെങ്കിൽ അവരൊരു ഈഗോയോ അല്ലെങ്കിൽ കോമ്പറ്റീഷൻ മൈൻഡ് ഒന്നും ഇല്ലാതെ നമുക്കത് പറഞ്ഞു തരും. ഇപ്പം ഞാൻ അങ്ങോട്ടും പറഞ്ഞു കൊടുക്കും, അവരിങ്ങോട്ടും പറഞ്ഞു കൊടുക്കും. അതുപോലെ ഇപ്പോൾ I+ന്റെ കാര്യം പറയുകയാണെങ്കിൽ ടീച്ചേഴ്സൊക്കെ നമ്മൾ ഏത് നേരത്തെ ചെന്ന് ഡൗട്ട് ചോദിച്ചാലും പറഞ്ഞു തരും. രാത്രിയിലൊക്കെ മെസ്സേജ് അയച്ചിട്ട് സാർ ഈ ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ട് എന്ന് പറയുമ്പോൾ സാറ് വോയിസ് അയച്ച് അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അപ്പോൾ അത്രയും എഫേർട്ട് ഇട്ടിട്ടാണ് അവർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഭയങ്കര താങ്ക്ഫുൾ ആണ് ശരിക്കും. പകരുമ്പോൾ നിറയും എന്ന് പറയുന്ന പോലെ അല്ലേ, അതെ, നമ്മൾ ഷെയർ ചെയ്യും തോറും കൂടുതൽ നമ്മളിലേക്ക് തന്നെ എത്തിച്ചേരുകയാണ്. ആ ഒരു പോസിറ്റീവ് എൻവയോൺമെന്റിൽ പഠിച്ച് ഈ ചിരിച്ച മുഖത്തോടെ ഇവിടെ വരാൻ എൻ്റെ മുന്നിലിരിക്കുമ്പോൾ എനിക്കും മനസ്സിൽ അതുപോലെ സന്തോഷമാണ്. ഇനിയും ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങളും നന്മകളും ഒക്കെ പല്ലവിക്ക് ആശംസിക്കുന്നു. താങ്ക് യു. താങ്ക് യു സർ.